ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ജലാത്തോ കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫാസിലാണ് വന്നേക്കുന്നത്, നമ്മുടെ തെർമീൻ്റെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ളത് അവിടെയാണ് വന്നേക്കുന്നത്. എനിക്ക് അങ്ങനെ തീരെ താല്പര്യമില്ലായിട്ട് ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം ബബിൾ ടീ ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബബിൾ ടീ കടയുണ്ട്. അവിടെയാണെങ്കിൽ പുളി ബബിൾ ടീ കിട്ടും. എനിക്ക് തോന്നുന്നത് ഇറ്റലിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബബിൾ ടീ അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം നമ്മൾ വേറെ എവിടെ ചെന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഭയങ്കര വൃത്തികെട്ട ഫ്ലേവറൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇറ്റാലിയൻ ഷോപ്പിൽ നിന്ന് ബബിൾ ടീ വാങ്ങരുത് കേട്ടോ, അത്രയ്ക്ക് കൊള്ളൂല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയണേ. അപ്പം നമ്മളിത് ഇവിടെ വന്ന് ഇഷ്ടമാതിരി ഫ്ലേവറുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് എന്തൊക്കെയോ പറഞ്ഞു, ഓർക്കണം കൂടി ഇല്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും. അങ്ങനെ എനിക്കാണെങ്കിൽ കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാണ്ട് കേട്ടോ ഞാൻ ഈ വരവ് വന്നത്. ഇവിടെ പിന്നെ ഭയങ്കര ഓവർ ക്വാണ്ടിറ്റിയിലൊക്കെ അവർ ഇത് തരും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം. ഞാനെപ്പോഴും ഈ ജലാത്ത വാങ്ങുമ്പോൾ എപ്പോഴും സ്മോൾ സൈസേ വാങ്ങാറുള്ളൂ. എനിക്ക് ഡയബറ്റിക് ഷുഗർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ക്വാണ്ടിറ്റി കുറഞ്ഞേ വാങ്ങാറുള്ളൂ. ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചിട്ട് പോലും എനിക്ക് ഹൈ ഷുഗർ ആയിരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ല, ഈ ഇറ്റാലിയൻ ഷോപ്പിൽ നിന്ന് ബബിൾ ടീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബബിൾ ടീ വെറുക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെയായിരുന്നു. എപ്പോഴും ഞാൻ ഇറ്റാലിയൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കഴിക്കാനേ തോന്നാറില്ല, തുപ്പി കളയാനേ തോന്നാറുള്ളത്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ഫാസിയുടെ അടുത്തുള്ള ബബിൾ ടീ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഓർന്ന് കഴിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര വ്യത്യാസം. അപ്പോൾ നമ്മുടെ കൂടെ ആന്ധ്രയൊക്കെ ഉണ്ട്, എല്ലാവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇത് വിട പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.